26,700 കിലോമീറ്റർ റോഡുകളാണ് പ്രൈവറ്റ് ടോളുകളിലൂടെ ഇന്ത്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 400 റെയിൽവേ സ്റ്റേഷനുകളാണ് വിവിധ സ്വകാര്യ ഏജൻസികളുടെ കൈകളിലേക്ക് കൊടുക്കപ്പെടാൻ പോകുന്നത്. അതിൽ ഭൂരിപക്ഷവും നിയന്ത്രിക്കുന്നത് അദാനിയോ അംബാനിയോ അതല്ലെങ്കിൽ ഈ 21 പുതുതായിട്ട് വന്നിരിക്കുന്ന ശതകോടീശ്വരന്മാരുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് തിരുത്താം. അതായത് അദാനി സ്വന്തം നിലയ്ക്കൊരു ബിസിനസ് മോഡൽ അവതരിപ്പിച്ചിട്ടില്ല. ഒരു പ്രേക്ഷകൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയായിരുന്നു. അദാനി വികസിപ്പിച്ച ബിസിനസ് മോഡലിൻ്റെ പേരാണ് മോദി. കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിനും അനുബന്ധ തൊഴിൽ സൃഷ്ടിക്കും എത്രത്തോളം ഈ പദ്ധതി ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന വിഷയങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്നേ. കടൽ കയറ്റം ഒരു വിഷയമാണ്. കടൽ കയറ്റം ഇപ്പോൾ തിരുവനന്തപുരം അനുഭവിക്കുന്നുണ്ട്. അതെ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ വല്ലാർപാടം പദ്ധതി എങ്ങനെ കൊണ്ടുവന്നതാണ് ആ പദ്ധതി? ഇപ്പോഴെന്താണ് അതിൻ്റെ അവസ്ഥ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഈ പദ്ധതി വികസിക്കുന്നു എന്നുള്ളതാണ്. വലിയ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്? മൊത്തത്തിലുള്ള വികസനം. പക്ഷേ സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക്, അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് അവിടെ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണോ, അവരുടെ ജീവിത നിലവാരം ഉയരുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അദാനിയെ എല്ലാവരും പുച്ഛിക്കുകയായിരുന്നല്ലോ എന്നുള്ള കാര്യം സുജയ പറഞ്ഞല്ലോ. അദാനി പുച്ഛിക്കല്ല. അദാനി, അംബാനി ചില വ്യവസായികളിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാന പദ്ധതികൾ മുഴുവൻ കൊടുത്തുകൊണ്ടൊരു മൊണോപ്പൊളി ഉണ്ടാക്കുന്നതിനെയാണ് പ്രതിപക്ഷമായാലും BJP ഒഴികെയുള്ള എതിർകക്ഷികൾ ഒക്കെ എതിർക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ രൂപത്തിലാണ്. ഗൗതം അദാനി എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ഗൗതം അദാനിയുടെ ഈ പറയുന്ന പല മടങ്ങ് വിജയമുണ്ടല്ലോ, ബിസിനസ്സിലെ വിജയം, അത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ പണം കൊണ്ടാണ് എന്നുള്ളതാണ്. വളരെ തന്ത്രപൂർവ്വമാണ് അരവിന്ദ് കെജ്രിവാൾ ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ BJPയുടെ ഒരു പ്രമുഖ നേതാവിനെ കണ്ടു. അപ്പോൾ ആ പ്രമുഖ നേതാവ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ഈ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധുക്കൾക്കോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിട്ട്? ഇല്ല, ഒന്നും അങ്ങനെ ചെയ്തു കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ നിലയിലുള്ള സൗജന്യങ്ങൾ, ഇളവുകൾ നരേന്ദ്രമോദി അനുവദിക്കുന്നത് എന്ന ചോദ്യം സ്വയം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉത്തരം പറയുന്നത്. യഥാർത്ഥത്തിൽ 10-15% കമ്മീഷൻ മാത്രം കിട്ടുന്ന ഒരാളാണ് ഗൗതം അദാനി. യഥാർത്ഥത്തിൽ ഈ പണം മുഴുവൻ നരേന്ദ്രമോദിയുടേതാണെന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിന്റെ 3ാം യോഗത്തിന് മുംബൈയിൽ തുടക്കമായിരിക്കുന്നു. BJPയെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണെന്ന് സീതാറാം യെച്ചൂരിയും D രാജയും അഖിലേഷ് യാദവും ഒരേ സ്വരത്തിൽ പറയുന്നു. അഴിമതിരഹിത സർക്കാർ എന്ന മോദി സർക്കാരിന്റെ അവകാശവാദം പൊളിക്കാൻ അദാനിക്കെതിരായ തെളിവുകൾ ഒന്നൊന്നായി നിരത്തുകയാണ് മുംബൈയിലെത്തിയ രാഹുൽ ഗാന്ധി. അദാനിക്കെതിരെ JPC അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ മോദി പ്രതികരിക്കുമോ എന്ന് രാഹുൽ ചോദിക്കുന്നു. അദാനിയുടെ അഴിമതിയിൽ BJP കുലുങ്ങുമോ? സംസ്ഥാനത്ത് 30,000 കോടി രൂപയുടെ കൂടി നിക്ഷേപം നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ്. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖത്തിനായി 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 5,500 കോടിയുടെ നിക്ഷേപവും നടത്തും. കൊച്ചിയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഇ-കൊമേഴ്സ് ഹബ്ബ് സ്ഥാപിക്കുമെന്നും കരൺ അദാനി. അദാനി ഗ്രൂപ്പിന്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്. അവർ 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ നിതിൻ ഗഡ്കരിജി അദ്ദേഹം നല്ല പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ ലോജിസ്റ്റിക് പാർക്കുകൾ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിർമ്മിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പരസ്യമായി തന്നെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദ്ഘാടന വേദിയിൽ കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സമാപന വേദിയിലും കേരളത്തെ പുകഴ്ത്തി കേന്ദ്ര സർക്കാർ പ്രതിനിധി. ഇൻവെസ്റ്റ് കേരളയിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ്. അദാനി ഗ്രൂപ്പ് 30,000 കോടി രൂപയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് അബ്ദുൽ ഗഫൂർ ചോദിക്കുന്നത്, നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഏഷ്യാനെറ്റിനും രാഷ്ട്രീയക്കാരുടെ പൊതു നിലപാട് ആണോ ഇടയ്ക്കിടെ പറയാൻ ശ്രമിക്കുന്നത്? എന്താണ്? ഒന്നും പറയാൻ ശ്രമിക്കുന്നില്ല അബ്ദുൽ ഗഫൂറെ. നമുക്കൊരു മുൻവിധിയുമില്ല. നാട്ടിൽ നിക്ഷേപം വരണം, വികസനം വരണം, മനുഷ്യർക്ക് തൊഴിൽ ലഭിക്കണം, ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, ആശാവർക്കർമാർക്ക് അടക്കം പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ നിക്ഷേപം വരികയും അങ്ങനെ വിക്രയം നടക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹം. ഒരു മുൻവിധിയും ഇല്ലാതെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്.